പുന്നയൂരിലെ ചില മേഖലകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസമാകുന്നു. പ്രതിഷേധവുമായി CPM രംഗത്ത്. പഞ്ചായത്തിൽ നിലവിലെ 13-15 വാർഡുകളിലെ തീരദേശത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് 1.5 മാസമായി കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ LDF ഭരണസമിതി നടപ്പിലാക്കിയ 7 കുടിവെള്ള പദ്ധതിയിൽ ആദ്യത്തേതാണ് മത്സ്യഭവൻ കുടിവെള്ള പദ്ധതി. 24 ലക്ഷം രൂപ ചെലവഴിച്ച് 2022 നിർമ്മിച്ച് മുൻ മന്ത്രി AK ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കുടിവെള്ള ഉപഭോക്താക്കളിൽ നിന്നും 50 രൂപ പ്രവർത്തന ഫണ്ട് സ്വരൂപിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. ഇത് നിർത്തലാക്കിയതാണ് കുടിവെള്ള വിതരണം സുഗമമായി പ്രവർത്തിക്കാൻ തടസ്സമായതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. 1.5 മാസമായിട്ടും കുടിവെള്ള വിതരണം ആരംഭിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് CPM എടക്കഴിയൂർ, കാജ, എടക്കഴിയൂർ ബീച്ച് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് എന്ന് നേതൃത്വം അറിയിച്ചു. സമരം CPM ഏരിയ കമ്മിറ്റി അംഗം TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MK അർഫാത്ത്, PP അഫ്സൽ, രമണി സുരേന്ദ്രൻ, പാർട്ടി അംഗം AP ഖലീൽ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു കുടിവെള്ള പദ്ധതി പോലും നടപ്പിലാക്കാനായില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5 കൊല്ലത്തെ ഭരണം 7 കുടിവെള്ള പദ്ധതികളാണ് പുന്നയൂരിൽ നടപ്പിലാക്കിയത്. ആ പദ്ധതികളിൽ ആദ്യത്തെ പദ്ധതിയാണ് പഴയ 11-ാം വാർഡും പഴയ 14-ാം വാർഡും ചേർത്ത് ഏതാണ്ട് 200 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്ന 24 ലക്ഷം രൂപ ചെലവഴിച്ച് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് നല്ല നിലയിൽ